ഇതാ ഇവിടെ ഡിവൈഎഫ്ഐയുടെ ബാനർ കൂടി വരുന്നുണ്ട്. സർവകലാശാല ക്യാമ്പസ് കവാടത്തിന് മുന്നിൽ സംഘി ഗവർണർ യു ആർ എ വേസ്റ്റ് എന്ന് പറയുകയാണ് ബാനറിൽ. എന്ന് പറഞ്ഞാൽ ഈ പദപ്രയോഗങ്ങൾ ഇപ്പോൾ ഗവർണർ ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വിളിച്ചു എന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ പോലും അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഈ പദപ്രയോഗങ്ങളിൽ ഒരു ഔചിത്യം കാണിക്കേണ്ടതുണ്ടോ എന്ന ബാനർ എഴുതുന്നവരൊക്കെ ആലോചിക്കട്ടെ. സമീർ ബിൻ കരീം കൂടി ചേരുകയാണ്. സമീർ, എന്താണിപ്പോൾ ഒരു മഴ പെയ്തൊഴിഞ്ഞ പ്രതീതിയുണ്ടോ മിഠായി തെരുവിൽ? സോറി, സമീർ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. സെമിനാർ അപ്പോൾ തുടങ്ങും. സമീർ, എത്രത്തോളം വലിയ സുരക്ഷയുണ്ട്? യൂണിവേഴ്സിറ്റിയിലാണ് നിലവിൽ. നമുക്ക് ഹാഷ്മി 3:30-നാണ് സെമിനാർ ആരംഭിക്കുക. ഇപ്പോൾ സെമിനാറിലേക്കുള്ള ആളുകളൊക്കെ തന്നെ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പാസ് മുഖേന ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിൽ പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെ കടത്തിവിടുന്നത്. ഏതാണ്ട് 15 മിനിറ്റ് മുന്നോളമാണ് ഈ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നത്. 2 മണി വരെ ഈ സെമിനാറിലേക്ക് പ്രവേശനം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഗവർണറുടെ വാഹന വ്യൂഹം പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞാൽ സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്ന മുദ്രാവാക്യത്തെക്കാൾ ഭീകരമായ മുദ്രാവാക്യം എഴുതി അതിനേക്കാൾ വലിയ ബാനറൊക്കെ അവിടെ കിട്ടുമ്പോൾ ഗവർണർ സ്വാഭാവികം ആ ബാനർ കണ്ട് പ്രകോപിതനായ ഗവർണർ ഇത് കണ്ട് അത്യധികം പ്രകോപിതനാവില്ലേ? വീണ്ടും അവിടെ പ്രശ്നമാവില്ലേ? വീണ്ടും പോലീസുകാർക്ക് തലവേദനയാവില്ലേ? സമീർ, അഷ്മി, അത്തരമൊരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. നിലവിൽ ഡിവൈഎഫ്ഐ ആണ് ഇത്തരത്തിൽ സംഘി ഗവർണർ യു ആർ എ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാനർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ ഗവർണറുടെ വാഹന വ്യൂഹം വരുന്നതിന് ഏതാണ്ട് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിയുന്ന അതേ ജംഗ്ഷൻ വിഭാഗത്താണ് നിലവിൽ ഈ ഡിവൈഎഫ്ഐ ഇത്തരം ഒരു ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഗവർണറുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ ഇറങ്ങുകയോ അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം നടത്തുകയോ ആണെങ്കിൽ അത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രധാന കവാടത്തിന് മുന്നിൽ 100 പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു. ഏതാണ്ട് 1700-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സുരക്ഷ ഒരുക്കാനായി. യഥാർത്ഥത്തിൽ ഇത് പെട്ടുപോയത് പോലീസല്ലേ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാനർ ഉയർത്തുന്നത് നിയമവിരുദ്ധമല്ല. ഒരു ബാനർ കിട്ടിയാൽ അപ്പോൾ തന്നെ അഴിക്കണം എന്ന നിയമം എവിടെയില്ല. എന്നാൽ ഈ ബാനർ കണ്ടാൽ ഗവർണർ പ്രകോപിതനാവുകയും ജില്ലാ പോലീസ് മേധാവി വിളിച്ച് കൊടിയ ഭാഷയിൽ ശകാരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അഴിക്കാതിരിക്കാനും പറ്റില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ബാനർ യുദ്ധത്തിൽ പെട്ടുപോകുന്നത് പോലീസല്ലേ സമീർ? ഹാഷ്മി, തീർച്ചയായും ഇന്നലെ മുതൽ പോലീസ് കൂടുതൽ പ്രതിസന്ധിയിലായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ബാനർ ഒരിക്കലും തന്നെ പോലീസിനെ അഴിച്ചു മാറ്റാനുള്ള പരിമിതികളുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണറാണെങ്കിൽ പോലീസിനെ കൊണ്ട് അഴിപ്പിക്കുമെന്നുള്ള രീതിയിലുള്ള നീക്കവും ഗവർണർ നടത്തുന്നു. അതിനിടയിൽ ഗവർണർ അപ്രതീക്ഷിതമായി ചില യാത്രകൾ നടത്തുന്നു. ഇതെല്ലാം തന്നെ പോലീസിന് വലിയ തലവേദനയും പ്രതിസന്ധിയിലുമാക്കിയിരിക്കുകയാണ്. എങ്കിൽ പോലും പോലീസ് കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നു. സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നു, കൂടുതൽ ഫോഴ്സിനെ വിന്യസിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വീഴ്ചയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ജില്ലാ പോലീസ് മേധാവിയോട് അതിമോശമായ രീതിയിൽ ഗവർണർ പ്രതികരിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ആ ബാനർ എടുത്തു മാറ്റിപ്പിക്കുന്ന ഘട്ടം വരെ ഉണ്ടായത്. എങ്കിൽ പോലും പോലീസ് പ്രകോപിതരാവാനോ അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിന് പോലീസ് തയ്യാറാവുന്നില്ല. പകരം സംയമനത്തിന്റെ രീതിയിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒഴിവാക്കുക, അതീവ സുരക്ഷ ഗവർണർക്ക് നൽകുക, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയ രീതിയിലേക്കാണ് നിലവിൽ പോലീസ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് നിലവിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. 10-ലധികം ഡിവൈഎസ്പിമാരും ഒപ്പം തന്നെ 20-ലധികം സിഐമാരും ഉൾപ്പെടെ 1500-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം കേരളത്തിന് കെട്ടുകളില്ലാത്ത അസാധാരണ സംഭവവികാസങ്ങളിലൂടെ കാര്യങ്ങൾ ഇങ്ങനെ വാർത്താ ദിനം അങ്ങനെ കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ സർവകലാശാല ക്യാമ്പസ് കവാടത്തിന് മുന്നിൽ ഗവർണർ വരുന്ന വേദിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ ബാനർ, വലിയ ബാനർ, സംഘി ഗവർണർ യു ആർ എ വേസ്റ്റ് എന്ന ഒരു ബാനർ അവിടെ ഉയരുകയാണ്. ഉറപ്പായും ഗവർണറെ അത് പ്രകോപിതനാക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എന്താകും അദ്ദേഹത്തിൻ്റെ പ്രതികരണം? വീണ്ടും കാറിൽ നിന്ന് ഇറങ്ങുമോ? പോലീസുകാരെ സഹായിക്കുമോ? തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയുണ്ട്. എന്തായാലും കേരളത്തിലൊരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിലെ ഏറ്റവും വലിയൊരു ഭരണഘടനാ സ്ഥാപനവും നേർക്കുനേർ മുഖാമുഖം അങ്ങനെ ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന മട്ടിൽ നിൽക്കുമ്പോൾ കാര്യങ്ങൾ ഒരു നടക്ക് പോവില്ല എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.